മതത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിൽ റഷ്യ ഏറ്റവും ഗംഭീരമായി പരാജയപ്പെട്ടത് മുസ്ലിം പ്രവിശ്യകളാണ്. വലിയ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിരുന്ന അത്ര സജീവമായ ഇസ്ലാമിക നാഗരികതയിലേക്ക് സോവിയറ്റ് യൂണിയൻ ചെയ്തിട്ട് വഖഫ് സ്വത്തുക്കളൊക്കെ ലിക്വിഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വഖഫ് സ്വത്തുക്കൾ ലിക്വിഡേറ്റ് ചെയ്തു. മിക്കവാറും പള്ളികൾ അടച്ചുപൂട്ടി, മദ്രസകൾ അടച്ചുപൂട്ടി, അപൂർവ മദ്രസകൾക്ക് മാത്രം പ്രവർത്തിക്കാൻ അനുവാദം നൽകി. ആ മദ്രസകളിൽ തന്നെ ഗവൺമെന്റ് നിശ്ചയിക്കണം, മൗലവിമാർ നിശ്ചയിച്ചു. എന്നിട്ട് എന്താണ് മതം എന്നുള്ള പേരിൽ പഠിപ്പിക്കേണ്ടതെന്ന് ഓരെ ഏൽപ്പിച്ചു. ഇത് ശരിക്കും അക്ഷരാർത്ഥത്തിലുള്ള അനുഭവമാണ്. കാരണം പണ്ടത്തെ കാലത്തെ കാര്യം എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ജനാധിപത്യത്തിന്റെ ഭയങ്കര പ്രസംഗങ്ങൾ നടത്തുന്ന 20-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. അന്ന് ഈ പള്ളികൾ പൂട്ടി, മദ്രസകൾ അടിച്ചു, മതചിഹ്നങ്ങൾ നിരോധിക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ വളരെ ഭീകരമായ അവസ്ഥകൾ ഉണ്ടായി. ഇപ്പോൾ അൽബേനിയ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്ന ഇതേപോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാണ്. ആ ഭരണം കിട്ടിയപ്പോൾ ഇവർ ചെയ്തത് ആദ്യം തന്നെ ചെയ്തത് എന്താ വെച്ചാൽ 1940-കളിലാണ് ഓരോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ ഇല്ലാതാക്കിയാൽ ദീനും സ്വാഭാവികമായിട്ട് ഇല്ലാതാവുന്നുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാരെ മൊത്തം പിടിച്ച് ജയിലിലടച്ചു. എന്തെങ്കിലും അറബി വായിക്കാൻ അറിയുന്ന, ഒന്നും പ്രസംഗിക്കാൻ കഴിയുന്ന, എഴുതാൻ കഴിയുന്ന മുഴുവൻ പണ്ഡിതന്മാരും ജയിലിലടച്ചു, അല്ലെങ്കിൽ പീഡിപ്പിച്ചു, കൊന്നു, അങ്ങനെയെല്ലാം ചെയ്തു. പക്ഷേ 10-20 കൊല്ലം കഴിഞ്ഞിട്ട് മതം പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ലാന്ന് മനസ്സിലായപ്പോൾ പിന്നെ 1960-കളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഔദ്യോഗിക എയ്ത്തീസ്റ്റ് കൺട്രിയായ അൽബേനിയ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ പള്ളികൾ മൊത്തം ഡാൻസ് ബാറുകളും ടോയ്ലറ്റുകളും പിന്നെ അതേപോലെ തന്നെ വേറെ മ്യൂസിയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി. മൊത്തം പള്ളികൾ ഇല്ലാതാക്കി. അങ്ങനെ പള്ളികൾ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല, 1973-ൽ അൽബേനിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ഔദ്യോഗികമായി നാഷണൽ മ്യൂസിയം ഓഫ് എയ്ത്തീസം സ്ഥാപിച്ചു. ഒരു മ്യൂസിയം. ആ മ്യൂസിയത്തിൽ എന്താണെന്നറിയോ? ഈ കണ്ടവർ പൂട്ടി പള്ളി അല്ലാതാക്കി മാറ്റിയ കുറേ പിന്നെ പള്ളികളുണ്ടല്ലോ, ആ പള്ളികളിൽ നിന്നൊക്കെ ഉള്ള പല വസ്തുക്കൾ, മുസാഫ്, മിമ്പർ, ഇതൊക്കെ ഇങ്ങനെ കാണാൻ വെച്ചു മ്യൂസിയത്തിൽ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ലോകത്തുനിന്ന് എല്ലായിടത്തും വന്ന എത്തീസ്റ്റുകൾക്ക് ഒന്ന് കാണാൻ എങ്ങനെയാണ് ഒരു നാട്ടിൽ ഇത് സാധിച്ചത്, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നതിൻ്റെ സാക്ഷ്യമായി അവർ മ്യൂസിയം സ്ഥാപിച്ചു. ആ മ്യൂസിയം ഒന്നും അൽബേനിയയിലെ സ്കോദ്രയിലുണ്ട്. ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ അവർ കടന്നു പോയത്. പക്ഷേ ഇപ്പോഴും അവിടെ ചെന്ന് നോക്കിയാൽ അവിടുത്തെ ആൾക്കാർക്ക് മുസ്ലിങ്ങളാണ്. ആരല്ലാതായതെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനാണ് ഇല്ലാതായത്. പിന്നെ പെരിസ്ട്രോയ്ക്ക വന്നു, ഗ്ലാസ്നോസ്ത് വന്നു, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി, മതസ്വാതന്ത്ര്യം തിരിച്ചു വന്നു, എല്ലാം വന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ വിചാരം, അല്ലെങ്കിൽ ലോകത്തെ എല്ലായിടത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വിചാരം എന്നല്ലെങ്കിൽ നാളെ മതത്തിനെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്.